സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നദികളും കായലുകളുമായിട്ട് ബന്ധപ്പെട്ട് PSC സ്ഥിരം ചോദിച്ചു കാണുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്ന പേര്. പെരിയാറിൽ 1924 ഉണ്ടായ വെള്ളപ്പൊക്കം അറിയപ്പെടുന്നത് 99 വെള്ളപ്പൊക്കം. ആലുവാപ്പുഴ, കാലടിപ്പുഴ എന്നറിയപ്പെടുന്ന നദി. ആലുവാപ്പുഴയെന്നും കാലടിപ്പുഴയെന്നും അറിയപ്പെടുന്നത് പെരിയാറാണ്. പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്? ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെയാണ് പെരിയാർ ഒഴുകുന്നത്. ഇടുക്കി, എറണാകുളം. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തൂതപ്പുഴയാണ്. OV വിജയന്റെ ഗുരുസാഗരം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്നത് തൂതപ്പുഴയാണ്. വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഏതാണ്? വേമ്പനാട് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ. കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ടാണ്. തണ്ണീർമുക്കം ബണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആണ് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണ. തോട്ടപ്പള്ളി സ്പിൽവേ ഏത് കായലിലാണ്? വേമ്പനാട്ട് കായലിലാണ്. വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്? ആലപ്പുഴ, എറണാകുളം, കോട്ടയം എന്നീ 3 ജില്ലകളിലായിട്ടാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. ആലപ്പുഴ, എറണാകുളം, കോട്ടയം. അടുത്ത ചോദ്യം, ചിറ്റൂർ പുഴ എന്നറിയപ്പെടുന്നത് കണ്ണാടിപ്പുഴയാണ്. ചിറ്റൂർ പുഴ എന്ന് അറിയപ്പെടുന്നത്. ചാലിയാർ പതിക്കുന്നത് ഏത് കടലിലാണ്? അറബിക്കടലിലാണ്. മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം ഏതാണ്? പമ്പയാണ്. പമ്പ നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന നദീതീരം പമ്പ. നെയ്യാറിന്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? രാമപുരം പുഴയാണ്. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദി രാമപുരം പുഴ. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണ്? മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പള കായലിലാണ്. ഉപ്പള കായൽ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്ന നദി. ഏത് നദിയിലാണ്? പെരിയാറിലാണ്. പെരിയാർ നദിയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന പമ്പ നദിയാണ്. ഏതാണ്? പമ്പ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 5ാമത്തെ നദിയാണ് ചാലക്കുടിപ്പുഴ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണുള്ളത്, കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഇതിൽ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കബനി നദിയാണ്. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദി ചന്ദ്രഗിരി പുഴ.
മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണ് ചന്ദ്രഗിരി പുഴ. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേര് കപില. കപില എന്നും അറിയപ്പെടുന്നത് കബനി നദിയാണ്. കപില എന്നറിയപ്പെടുന്ന നദി ഏതാണ്? കബനി. കബനി നദിയാണ് കപില എന്നും അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാറാണ്. പോഷക നദികൾ ഏറ്റവും കൂടുതലുള്ളത് പെരിയാറിനാണ് കേരളത്തിൽ. കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏതാണ്? പെരിയാറാണ്. പെരിയാർ നദിയാണ് കേരളത്തിന്റെ ജീവരേഖ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നത് കാസർഗോഡ് ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല ഏത്? കാസർഗോഡ്. പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം ഏതാണ്? പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കുവാനിടയായ തുറമുഖം കൊടുങ്ങല്ലൂർ തുറമുഖമാണ്. കൊടുങ്ങല്ലൂർ തുറമുഖമാണ് പെരിയാറിലെ വെള്ളപ്പൊക്കം മൂലം നശിക്കാനിടയായ തുറമുഖം. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഏത് പുഴയാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ. കല്ലായി പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കല്ലായി പുഴ ഒഴുകുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കല്ലായി പുഴ ഒഴുകുന്ന ജില്ല ഏത്? കോഴിക്കോട്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്രയാണ്? മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴയുടെ നീളം എത്ര കിലോമീറ്റർ ആണ്? 16 കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദി. ഷോളയാർ ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ചാലക്കുടി പുഴയിലാണ് ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ, മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്ന് രണ്ടായി വേർപിരിയുന്ന സ്ഥലം ആലുവയിലാണ്. ആലുവയിൽ വെച്ചിട്ടാണ് പെരിയാർ, മാർത്താണ്ഡപ്പുഴ എന്നും മംഗലപ്പുഴ എന്നും രണ്ടായിട്ട് വേർപിരിയുന്നത്. എവിടെ വെച്ചിട്ടാണ്? ആലുവ. ആലുവയിൽ വെച്ചിട്ട് പെരിയാർ, മാർത്താണ്ഡപ്പുഴ, മംഗലപ്പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് വേർപിരിയുന്നു. പെരിയാറിന്റെ പതന സ്ഥാനം. പെരിയാർ എവിടെയാണ് പതിക്കുന്നത്? വേമ്പനാട്ട് കായലിലാണ് പെരിയാർ പതിക്കുന്നത്. പെരിയാറിന്റെ പതന സ്ഥാനം എവിടെയാണ്? വേമ്പനാട് കായൽ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്നത് മീനച്ചിലാറാണ്. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി മീനച്ചിലാർ. കായലുകളുടെയും തടാകങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? കേരളമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടക്കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ ഏതാണ്? കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്ത് വെള്ളായണി കായലാണ്. വെള്ളായണി കായലാണ് കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ. ഏറ്റവും തെക്കേ അറ്റത്തെ കായൽ വെള്ളായണി കായൽ. ഭവാനിയുടെ പ്രധാന പോഷക നദി ഏതാണ്? ഭവാനിയുടെ പ്രധാന പോഷക നദി ശിരുവാണി നദിയാണ്. ശിരുവാണിയാണ് ഭവാനിയുടെ പോഷക നദി, പ്രധാന പോഷക നദി ശിരുവാണി. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണ്? ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാറാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ചത് ഏത് നദിയെയാണ്? പെരിയാറിനെയാണ്. ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരിയാറിലാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരിയാറിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏതാണ്? പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദിയാണ് മുല്ലയാർ. പെരിയാറിനോട് ആദ്യം ചേരുന്ന പോഷക നദി മുല്ലയാർ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ടക്കായലാണ്. ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? നീരാളിയുടെ ആകൃതിയിലുള്ളത് അഷ്ടമുടിക്കായലാണ്.
നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? അഷ്ടമുടി കായൽ. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി. മുക്കാലി തടയണ ഏത് നദിയിലാണ്? ഭവാനി നദിയിലാണ് മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഭവാനി നദിയിൽ. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത് എന്ന് ചോദിച്ചാൽ വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും നീളമേറിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി. തൂവാനം വെള്ളച്ചാട്ടം പാമ്പാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൂവാനം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പാമ്പാർ. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. ശാസ്താംകോട്ട കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം. വേമ്പനാട്ട് കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? വേമ്പനാട്ട് കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002 വേമ്പനാട്ട് കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002. അവസാനത്തെ ചോദ്യം, പാമ്പാറിന്റെ മറ്റൊരു പേര്? തലയാർ. തലയാർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമ്പാറാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാർ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. തീർച്ചയായിട്ടും പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്